നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന സച്ചി റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പകല് വഴക്കുണ്ടാക്കി ആവുമ്പോൾ ഭയങ്കര പാട്ടും കൂത്തും വേളമൊക്കെയാണ്. സച്ചിക്ക് അത് കണ്ട് കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല. രേവതി പറഞ്ഞു, വേണ്ട സച്ചിയേട്ടാ, ഒരു വഴക്കിന് പോകണ്ടെന്ന് പറഞ്ഞു. സച്ചി വന്നിട്ട് അവന്മാരോട് ചോദിച്ചു, ഓഹോ അപ്പൊ നിങ്ങൾ രണ്ടും കൽപ്പിച്ചല്ലേ, നിങ്ങൾ മനഃപൂർവ്വം അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അവന്മാര് പറഞ്ഞു, എന്താ ചേട്ടാ മുട്ടാൻ വല്ല പ്ലാനുണ്ടോ? എങ്കിൽ വരാൻ പറഞ്ഞു. രേവതി അപ്പോഴേക്കും ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. സച്ചിയേട്ടാ വേണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട. സച്ചി പറഞ്ഞു, മതി, പാട്ടും കൂത്തും ഒക്കെ നിങ്ങളുടെ മുറി മതി, മറ്റുള്ളവർക്ക് ഇവിടെ സ്വസ്ഥത സമാധാനത്തോടെ കിടക്കണം. അതെ, ഇവിടെ ഞങ്ങൾ വന്ന എന്തിനാണെന്നറിയോ, നിങ്ങളുടെ ഈ ഒച്ചപ്പാടും വേളം കേൾക്കാൻ വേണ്ടിയിട്ടല്ലാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കയർത്ത് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും താഴേന്ന് അതിന്റെ ഓണറും കാര്യങ്ങളും മാനേജറൊക്കെ ഓടിക്കേറി വരുവാണ്. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സച്ചി കാര്യം പറഞ്ഞു. അതെ, ഇവിടെ ഞങ്ങൾ റൂം എടുത്ത നല്ല ഹോട്ടലാന്ന് വിചാരിച്ചിട്ടാ, പക്ഷെ ഇതുപോലത്തെ ഇതൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഒടുവില് മാനേജർ മറ്റോടെ കൈയും കാലും പിടിച്ചു. ദൈവത്തെ ഓർത്തൊരു പ്രശ്നം ഉണ്ടാക്കരുത്, ഈ ഹോട്ടലിലെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യം നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, എനിക്ക് നേരിടാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല, അതെ എന്റെ മുന്നിലേക്ക് വന്നിട്ട് ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി മുറി പോയി കിടന്ന നിനക്കൊക്കെ കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ എന്റെ കൈത്തരിപ്പ് നിന്റെയൊക്കെ ദേഹത്ത് ഞാൻ തീർത്തു വിടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരുത്തം പറഞ്ഞു, എനിക്ക് വാടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങോട്ടും സച്ചിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റുമൊക്കെ ചെയ്യുവാണ്. ഈ സമയം രേവതിക്ക് ഭയങ്കര ടെൻഷൻ. രേവതി ഒരു വിത്ത് സച്ചിയെ മരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. എന്നിട്ട് പറഞ്ഞു, എന്തേലും അവർ കാണിക്കട്ടെ സച്ചിയേട്ടാ, നമ്മൾ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്? അതിന്റെ ഇടയ്ക്കിലേക്ക് കയറേണ്ട കാര്യമില്ല. അവര് മനഃപൂർവ്വമാണ് അവന്മാര് നമ്മളെ ടാർഗറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ എന്തിനാ, നമ്മൾ സന്തോഷമായിട്ട് ട്രിപ്പ് വന്നിരിക്കുമല്ലേ. രേവതിയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും വന്നു. കാരണം ചന്ദ്രമതി പറഞ്ഞോളൂ, അവൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും അവന് വഴക്കും പ്രശ്നങ്ങളെ കാണത്തുള്ളൂ. നിനക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ ട്രിപ്പ് പോകാൻ പോലും പറ്റില്ല. പോയിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതിപ്പം ഓരോന്നോരോന്ന് ഓരോ പ്രശ്നങ്ങൾ തേടി തേടി വന്നുകൊണ്ടിരിക്കുവാണല്ലോ. സന്തോഷകരമായിട്ടൊരു യാത്ര പോയി ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അത് അതിനേക്കാളും വലിയ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് രേവതിക്ക് അറിയണ്ടായിരുന്നില്ല. സകല മൂടും പോയി. പിന്നീട് സച്ചി രേവതി ഒരു വ്യക്തി പറഞ്ഞ് സമാധാനിപ്പിച്ചു. നമ്മൾ ഇങ്ങോട്ടൊരു ട്രിപ്പ് വന്നതല്ലേ, സന്തോഷകരമായിട്ട് തിരിച്ചു പോകാൻ വന്നതല്ലേ, ആ സമയത്ത് ഇനി ഒരു പ്രശ്നത്തിന്റെ കാര്യമുണ്ടോ സച്ചിയേട്ടാ, വെറുതെ എന്തിനാ വഴക്കുണ്ടാക്കണേ എന്നൊക്കെ പറഞ്ഞ് സച്ചിന് ഒരു വ്യക്തി ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. സച്ചി പറഞ്ഞു, അവന്മാരും മനഃപൂർവ്വം എന്നോട് ഉടക്കാൻ വരുന്ന, അപ്പൊ പിന്നെ ഞാൻ കയ്യും കെട്ടി നോക്കിയിരിക്കണോ? പോട്ടെ സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് രേവതി ഒന്ന് സമാധാനിപ്പിച്ചു. സച്ചി ഒന്ന് കൂളാക്കുവാണ്. അതേസമയം ചന്ദ്രമതിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ യാത്ര മുടക്കിയേ മതിയാവുള്ളൂ. ശ്രുതിയുടെ യാത്ര മുടക്കണം. ശ്രുതിയും കൂടെ പോയേ ശരിയാകത്തില്ല. ബലിയിടണം 41 ദിവസം, അല്ലെങ്കിൽ ശ്രുതിയുടെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടത്തില്ല. അങ്ങനെ ശാന്തി കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിനായിരിക്കും ദോഷം. കിട്ടാൻ പോകുന്ന സ്വത്തുക്കളും കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയെന്നും വരത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സമനില ഇറ്റുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ചന്ദ്രമതിക്ക്. ചന്ദ്രമതി ഇങ്ങനെ രാത്രി മൊത്തം ആലോചിച്ചു, എന്തേലും ഒരു പണി ഒപ്പിക്കണമല്ലോ എന്ന്. അങ്ങനെ പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പ്ലാൻ പുതിയത് കണ്ടെത്തുകയും ചെയ്തു. രാവിലെ ആയിക്കഴിഞ്ഞപ്പം ശ്രുതിയും ഭയങ്കര സന്തോഷത്തിലാണ്. ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വരുന്നുള്ളൂ. അപ്പോഴേക്കും രേവതി സച്ചിയും കൂടെ വരും. അപ്പൊ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ശ്രുതി പറഞ്ഞു, അത് ശരിയാ, ഞാൻ ആഗ്രഹിച്ച കാര്യം ഇങ്ങനെ ട്രിപ്പ്. കല്യാണം കഴിഞ്ഞ് നമ്മളും ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തെല്ലാം വെക്കുവാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അമ്മ നമ്മുടെ യാത്ര മുടക്കുമെന്ന്. അമ്മ എന്തേലും നോ പറയുമെന്ന്. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ, അത് തന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഒരുങ്ങി ഇറങ്ങിയിട്ട് വരുവാണ്. ഇറങ്ങി വന്ന് ചന്ദ്രമതിയോട് പെർമിഷൻ മേടിക്കണല്ലോ പോകാന്ന് പറയാൻ വേണ്ടി മുറിയിലേക്ക് വന്നു. ഈ സമയം ചന്ദ്രമതി ഇരുന്ന് അലറി വിളിക്കുവാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, അമ്മേ ഞങ്ങൾ പോയിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അമ്മ അതിന് ഇത്രമാത്രം കരയേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരില്ലേ, അമ്മ സങ്കടപ്പെടണ്ട, ഞങ്ങൾ പെട്ടെന്ന് നേരെ വരാം. 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അമ്മേ, അമ്മ അതിന് ഇത്രമാത്രം കരയേണ്ട കാര്യമില്ല. ശ്രുതി പറഞ്ഞു, അതെ അമ്മേ, അമ്മ സങ്കടപ്പെടല്ലേ, ഞങ്ങൾ പോയിട്ട് വരുമല്ലോ. അത് കേട്ടതും ചന്ദ്ര പറഞ്ഞു, അതുകൊണ്ടല്ല ഞാൻ കരഞ്ഞ്, എനിക്ക് വയറുവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. എന്റെ വയറ് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുക, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലട ശ്രുതി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, വയറുവേദന? അതെ, എനിക്ക് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല, എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കിടന്ന് കരയുവാണ്. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമ്പോ എനിക്കറിയില്ല, നീ ഒരു കാര്യം മോളെ ശ്രുതി, നീ പോയി കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് വന്നേ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അല്ലമ്മേ, ഞങ്ങൾക്ക് പോകണ്ടല്ലേ?
അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അതെ അമ്മയ്ക്ക് വയ്യാത്തപ്പോൾ നമ്മൾ എങ്ങനെയാ ഇനിയിപ്പം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ആ സമയം ചന്ദ്രമതി പറഞ്ഞത് പെട്ടെന്ന് പോയിട്ട് വാ അമ്മേ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ, നോക്കാം, ആദ്യം കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശ്രുതിക്ക് സംശയമായി, ഇത് പണി തന്നതാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശ്രുതി അടുക്കളയിൽ പോയി ഇച്ചിരി ചൂടുവെള്ളമൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ വരുവാണ്. ചൂടുവെള്ളമൊക്കെ കൊടുത്തു. അയ്യോ എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നല്ല വേദനയുണ്ട്. എടാ മോനെ, എന്റെ കാലൊക്കെ എന്ത് തീരുമാനിട്ട് ശ്രുതിയോട് പറയാ, അല്ലമ്മേ അമ്മയ്ക്ക് വയറുവേദനയല്ലേ, വയറുവേദന എടുത്തിട്ട് എനിക്ക് കാലിനാണോ കൈക്കാണോ വേദന എന്നറിയില്ല, വല്ലാത്ത വേദനയാ, സഹിക്കാൻ പറ്റുന്നില്ല മോനെ, എങ്ങനെയെങ്കിലും ഒന്ന് ഓ തിരുമട എന്നെ ഒന്ന് രക്ഷിക്കടാന്നൊക്കെ പറഞ്ഞ് അല്ലറ വിളിക്കുക. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലൊന്നും പോകണ്ട, കുറച്ച് വായുകളെയൊക്കെ തിന്നു നോക്കാം, എന്നിട്ട് കുറവില്ലേ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഒരു കാര്യം ചെയ്യാം, അച്ഛനെ വിളിച്ച് ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോട്ടെ. എടാ എനിക്ക് എന്തെങ്കിലും വയ്യായക വന്നിട്ട് സച്ചിൻ്റെ അവധിയൊന്നും ഇവിടെ ഇല്ല, നീയും കൂടെ പോയാൽ എങ്ങനെയും ശരിയാന്നേ, നീ ഇവിടെ ഇരിക്കട മോനെ, എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതിയെ അവിടെ പിടിച്ചിരുത്തി. ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ടാക്സി വരുവാണ്. ടാക്സി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അമ്മേ ടാക്സി വന്നു. എടാ മോനെ, ടാക്സിക്കാരനോട് വരുന്നില്ല എന്ന് പറ, എനിക്ക് വയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, പിന്നെ നീ വരുമ്പോൾ ഞാൻ ജീവനോടെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ശ്രുതിക്ക് ടെൻഷനായി. ശ്രുതിയെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുവാണ്. പിന്നീട് ശ്രുതി പറഞ്ഞു, ശ്രുതി എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ പോക്ക് മാറ്റി വെച്ചാലോ. അല്ല അത് പിന്നെ, എടാ മോനെ നീ ചെന്നാ ടാക്സിക്കാരനോട് പറയടാ, വരുന്നില്ല, വണ്ടി പറഞ്ഞു വിടാൻ പറഞ്ഞു. ഒടുവിൽ ശ്രുതി പോയി ടാക്സിക്കാരനെ പറഞ്ഞു വിട്ടു. ശ്രുതിക്കാണ് കട്ട കലിപ്പായി. ഈ സമയത്ത് ശ്രുതി ചന്ദ്രമതിയുടെ അടുത്തിരുന്നിട്ട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ, കുറച്ച് കുറവ് തോന്നുന്നുണ്ട്, എന്നാലും എനിക്ക് നല്ല വയ്യായിക, നീ എൻ്റെ അടുത്തിരിക്കുക, മോളെ ശ്രുതി നീയും കൂടെ വന്നിരിക്കാൻ പറഞ്ഞു. ഈ സമയം രവീന്ദ്രൻ രാവിലെ നടക്കാൻ പോയിക്കുമായിരുന്നു. രവീന്ദ്രൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് രവീന്ദ്രൻ വരുന്നത്. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ ചന്ദ്ര, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. രവിയേട്ടാ എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു, എനിക്ക് ഇരിക്കാനും നിൽക്കാനും മേലായിരുന്നു, എന്താണെന്നറിയത്തില്ല, അതുപോലെ ഗ്യാസ് കിട്ടിയതായിരിക്കും, ഗ്യാസിൻ്റെ ഒന്നും അല്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന റെഡിയാവുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഇപ്പൊ കുറച്ച് കുറവുണ്ട്, എന്നാലും നല്ല വേദനയുണ്ട്. അല്ല നിങ്ങൾ പോയില്ലേ എന്ന് ശ്രുതിയോട് ചോദിച്ചു. അതെങ്ങനെ, അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞങ്ങൾ എങ്ങനെയാ പോകുന്നേ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് വയ്യ, അപ്പൊ പിന്നെ ഇവരും കൂടെ പോയിട്ടുണ്ടെ എങ്ങനെയാ രവിയേട്ടാ, എനിക്കെന്തേലും വയ്യായിക വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും വേണ്ട ഇവിടെ എന്നൊക്കെ പറഞ്ഞു. രവീന്ദ്രൻ ചന്ദ്രമതിയൊന്ന് നോക്കി. ഒടുവിൽ ശ്രുതിയും കൂടെ മുറിയിലേക്ക് പോയി. ചന്ദ്രമതിക്ക് സമാധാനമായി. അങ്ങനെ ട്രിപ്പ് മുടക്കി. ഇതിനു വേണ്ടിയിട്ടാണ് ചന്ദ്രമതി ഇത്ര സമയം കിടന്ന് പെടാപ്പാട് പെട്ടത്, ഇല്ലാത്ത വയറുവേദന ഉണ്ടെന്നൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തത്. ഈ സമയത്ത് രേവതി രാവിലെ എഴുന്നേറ്റ് കുളിക്കാണ്ട് ബാത്റൂമിലേക്ക് പോകുമ്പോൾ സച്ചി പറഞ്ഞു, അതെ ഞാൻ പോയി കോഫി മേടിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ്. ആ സമയം രേവതി പറഞ്ഞു, എന്നാൽ ശരി സച്ചേട്ടാ, ഞാൻ പെട്ടെന്ന് കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കുളി കഴിഞ്ഞും കൂടെ ഇറങ്ങി വന്നു. അപ്പൊ കഥയെ മുട്ടുന്ന പോലെ തോന്നിക്കഴിഞ്ഞപ്പോൾ രേവതി പോയി കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പുറത്തെ മുറിയിലും ഒരുത്തൻ ഇങ്ങനെ അവിടെ നിൽക്കുന്ന കണ്ടു. പെട്ടെന്ന് തന്നെ രേവതി പേടിച്ചിട്ട് കഥ കടയ്ക്കുവാണ്. രേവതിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. സച്ചേട്ടൻ ഇതുവരെയായിട്ടും ചായ മേടിച്ചിട്ട് വന്നിട്ടില്ല. ആകെപ്പാടൊരു ഭയം തോന്നുന്നുണ്ട് രേവതിക്ക്. കാരണം തലേദിവസത്തെ അവന്മാരുടെ ആ പ്രകടനം എല്ലാം കൂടെ ഓർത്തു കഴിഞ്ഞപ്പോൾ രേവതിക്ക് പേടിയായി. ഇനിയിപ്പോൾ സച്ചേട്ടന് വല്ല അപകടം സംഭവിക്കുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സിൽ. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ സച്ചിനെ അവനെ ഉപദ്രവിക്കുമെന്ന് അറിയില്ല. ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും സച്ചി വിട്ടുകൊടുക്കാനും പോകുന്നില്ല. അവന്മാരെയൊക്കെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കും. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.